കുവൈറ്റിൽ വീണ്ടും തീപിടുത്തം ഉണ്ടായി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. കുവൈറ്റ് മുബൂയിലാണ് തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. 9 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. അതേസമയം മംഗഫിലെ തീപിടുത്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ നില മെച്ചപ്പെട്ടു എന്ന ആശ്വാസകരമായ വാർത്തയും വരുന്നു. 31 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ജമാലുദ്ദീൻ ചേരുന്നുണ്ട്. ജമാൽ, ഏറെ വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ്, മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ വീണ്ടും ഒരു അപകടം അല്ലെങ്കിൽ തീപിടുത്തം കുവൈറ്റിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നും അറിയുന്നു. എന്താണ് ആ സംഭവം? അതിലേക്ക് ആദ്യം നമുക്ക് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും മലയാളികൾ കഴിഞ്ഞത് ഏറെ വേദന കടിച്ചമർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെയും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വേദന നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. ഏതായാലും ഈ കുവൈത്തിലെ ആശുപത്രികളിൽ നേരത്തെ ഉണ്ടായ തീപിടുത്തത്തിൽ, ഈ മംഗഫിലെ തീപിടുത്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നമുക്ക് നേരിയ ആശ്വാസത്തിന് വകയുണ്ട്. കാരണം മിക്ക ആളുകളും സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. കുവൈത്തിലെ അദാൻ, പർവാനിയ തുടങ്ങിയ 5 ആശുപത്രികളിലായി 31 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 25 ഇന്ത്യക്കാരുണ്ട്, 14 പേർ മലയാളികളാണ്. ബാക്കി 11 പേർ ഉത്തരേന്ത്യക്കാരും അതുപോലെ തന്നെ 2 ഫിലിപ്പീൻ സ്വദേശികൾ, 2 നേപ്പാൾ സ്വദേശികൾ, ഒരു ഈജിപ്ത് സ്വദേശി, ഒരു പാകിസ്ഥാൻ സ്വദേശി എന്നിങ്ങനെ ഉള്ള ആളുകളാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 പേരുടെ മാത്രമാണ് നില ഗുരുതരമായിട്ടുള്ളത്. ബാക്കി എല്ലാവരും അപകടനില തരണം ചെയ്തു എന്നാണ് ഇവിടെ നിന്ന് അറിയിക്കുന്നത്. ഈ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരിൽ മലയാളികൾ ഇല്ല എന്നത് മലയാളികളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. എങ്കിൽ പോലും ഏറെ ദുഃഖം ജനിപ്പിക്കുന്ന വാർത്തകളൊക്കെ തന്നെയാണ് കുവൈത്തിൽ നിന്ന് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കുവൈത്തിലെ മെഹബൂലയിൽ വീണ്ടും ഒരു കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ഇവിടെ മെഹബൂല ബ്ലോക്ക് 1-ൽ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. വലിയ തീപിടുത്തമല്ല, എങ്കിൽ പോലും അതും ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. 9 പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇന്ത്യക്കാരാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്ന് അറിയുന്നുണ്ടെങ്കിലും ഏത് സംസ്ഥാനത്തുള്ള ആളുകളാണെന്ന് സംബന്ധിച്ച കൃത്യമായ വിവരമില്ല. പക്ഷെ കാര്യമായ പരിക്ക് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അത് ബാക്കി ഉള്ള ആളുകൾക്ക് നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് അറിയുന്നത്. ഇവിടെയും ഈ മംഗഫിലേതിന് സമാനമായി കെട്ടിടത്തിൽ നിന്ന് താഴെ ചാടിയാണ് പരിക്ക് പറ്റിയത്. ഈ കെട്ടിടത്തിന്റെ തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്ന് ചില ആളുകൾ എടുത്തു ചാടി ഇവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും മെഹബൂലയിലെ തീപിടുത്തത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളില്ല. അധികൃതർ ഉടൻ തന്നെ എത്തി തീയണക്കുകയും നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. മംഗഫിലെ നിരവധി മലയാളികളുടെ മരണത്തിനിടയാക്കിയ മംഗഫിലെ തീപിടുത്തത്തിൽ ഇപ്പോൾ 31 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഇതിൽ 14 പേർ മലയാളികളാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ജമാലി, 16 മലയാളികളുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്? അത് സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ കൂടുതലായിട്ട് എന്താണ്? 14 മലയാളികൾ 5 ആശുപത്രികളിലായി കഴിയുന്നു. ഇവരുടെ നില അപകടനില തരണം ചെയ്തു എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഒരാൾ ICUലാണ് കഴിയുന്നത്. എങ്കിൽ പോലും അയാളുടെ നില അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കമ്പനി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇന്നോ നാളെയോ കുറെ പേരെ കൂടി ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. 14 മലയാളികൾ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത്. കൂടാതെ മറ്റ് ഇന്ത്യക്കാരും മറ്റ് രാജ്യക്കാരും ഉണ്ട്. ഏതായാലും ഈ മലയാളികളുടെ കാര്യത്തിൽ ആശങ്കക്ക് വകയില്ല. അവർ അവരുടെ കുടുംബങ്ങളുമായി സംസാരിച്ചു എന്നാണ് ഇന്ത്യൻ എംബസി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി ജമാൽ, എന്തായാലും ഈ ദുഃഖത്തിനിടയിലും ആശ്വാസകരമായ ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ജമാൽ അറിയിക്കുന്നത്. കുവൈറ്റിലെ ദുരന്തത്തിൽ 31 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ 14 മലയാളികളുണ്ട്. അവരുടെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണ്. ഗുരുതരാവസ്ഥയിൽ ആരും തന്നെയില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങളാണ് ജമാലുദ്ദീൻ നൽകിയത്.